ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 28 ബുധനാഴ്ചയാണ്. ഇന്നലെ നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ലൊരു റിക്കവറിയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിനെ കുറിച്ച് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ്. ഇന്ത്യക്കെതിരെ 50% തീരുവ ഏർപ്പെടുത്തിയ US-നെതിരെയുള്ള ഒരു കനത്ത അടി കൂടിയായിരുന്നു അത്. ഇത് വിപണിയെ സംബന്ധിച്ച് തികച്ചും പോസിറ്റീവായിട്ടുള്ള വാർത്തയായിരുന്നു. കൂടാതെ മറ്റൊരു നല്ല ഇമ്പോർട്ടൻ്റ് ആയ വാർത്ത കൂടി പുറത്തു വന്നത് ആക്സിസ് ബാങ്കിൻ്റെയും കൂടാതെ മറ്റു Q3 റിസൾട്ടുകളും പോസിറ്റീവായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതൽ നേട്ടമുണ്ടാക്കാനുള്ള ഒരു കാരണമായി. ഇതും വിപണിക്ക് മൊത്തത്തിൽ ഒരു ഗുണം നൽകി. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ആദ്യത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തയായിട്ട് പറയാനുള്ളത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഏകദേശം 20 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ഒരു ചരിത്രപരമായ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് പ്രഖ്യാപിച്ചു. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത് പോലെ ഈ മെഗാ ട്രേഡ് ഡീൽ ഈ വർഷം തന്നെ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പൂർണ്ണമായ പ്രാബല്യം 2026-27 കാലഘട്ടത്തിലായിരിക്കും. ഇതിൽ തന്നെ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തന്നെയാണ് നമുക്ക് പ്രൈമായിട്ട് ഫോക്കസിൽ വെക്കേണ്ടത്. യൂറോപ്യൻ യൂണിയനിലേക്ക് ഇന്ത്യയുടെ 99% കയറ്റുമതി ഡ്യൂട്ടി ഫ്രീ ആക്സസ് ആയിരിക്കും. ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ആരംഭിക്കുന്ന ഡേ 1 തന്നെ 90% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 0 താരിഫ് ആയിരിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത 7 വർഷത്തിനുള്ളിൽ 93% ഉൽപ്പന്നങ്ങൾക്കും 0 താരിഫ് ആയിരിക്കും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ലെതർ, ഫുട്വെയർ, ടോയ്സ്, ഫർണിച്ചർ തുടങ്ങിയ മേഖലകൾക്ക് വലിയ ബൂസ്റ്റ് ആയിരിക്കും ഇതുവഴി ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് സ്റ്റഡി വിസ അവസരങ്ങളും ഉണ്ടായിരിക്കും. ഇനി യൂറോപ്യൻ യൂണിയൻ ലഭിക്കുന്ന നേട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് 92%-ലധികം താരിഫ് ലൈസൻസ് ഇളവ് നൽകുന്നു. ഫിനാൻഷ്യൽ, മാരിടൈം സർവീസസിൽ കൂടുതൽ ആക്സസ്, കൂടാതെ വൈൻ, സ്പിരിറ്റ്സ്, ബിയർ, ഒലീവ് ഓയിൽ, പ്രോസസ്ഡ് ഫുഡ് തുടങ്ങിയവയിൽ വലിയ താരിഫിൻ്റെ ഇളവുണ്ടായിരിക്കും. കാറുകളുടെ ഇറക്കുമതി ഡ്യൂട്ടി ഇപ്പോൾ 66 മുതൽ 110%, അത് 30 മുതൽ 35% പിന്നെ 5-ാം വർഷം മുതൽ അത് 10%. ഏതായാലും ഈ ഒരു വാർത്ത ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് തികച്ചും പോസിറ്റീവായിട്ടുള്ള വാർത്തയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫോക്കസിൽ ഉണ്ടായിരിക്കുക KPR മില്ല്, അരവിന്ദ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, ഗോകുൽദാസ് എക്സ്പോർട്സ് തുടങ്ങിയ കമ്പനികൾ ഫോക്കസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ജെംസ് ആൻഡ് ജ്വല്ലറി സെഗ്മെൻറ്റിൽ കല്യാൺ ജ്വല്ലേഴ്സ്, ടൈറ്റാൻ, രാജേഷ് എക്സ്പോർട്സ്, വൈഭവ് ഗ്ലോബൽ തുടങ്ങിയ കമ്പനികളും, ലെതർ ആൻഡ് ഫുട്വെയറിൽ ബാറ്റ ഇന്ത്യ, റിലാക്സോ ഫുട്വെയർ, മിർസ ഇന്റർനാഷണൽ, കാദിം ഇന്ത്യ തുടങ്ങിയവയായിരിക്കും. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഷോർട്ട് ടേമിലേക്ക് ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. ഇനി മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത കൂടിയുള്ളത് ഇന്ത്യയുടെ എനർജി സെക്ടറിൽ $500 ബില്യൺ നിക്ഷേപ അവസരമുണ്ട് എന്ന് ശ്രീ നരേന്ദ്രമോദി പറയുന്നു. ഇത് റിഫൈനിങ്, എക്സ്പ്ലോറേഷൻ, LNG ഇൻഫ്രാസ്ട്രക്ചർ, പെട്രോ കെമിക്കൽസ് തുടങ്ങിയ എനർജി വാല്യൂ ചെയിനിലെ എല്ലാ വിഭാഗങ്ങളിലും വ്യാപിക്കുന്നു. ഇനി റിഫൈനിങ് ശേഷി ഇന്ത്യയുടേത് ഇപ്പോഴുള്ളത് 260 MTPA ആണ്. അത് 300 MTPAയിലേക്ക് ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ 150-ലധികം രാജ്യങ്ങൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ടോപ്പ് 5 രാജ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇന്ത്യ. ഏതായാലും ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികളുടെ പേര് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിന് വലിയ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള വാർത്തയാണിത്. അതിൽ തന്നെ ഗവൺമെൻറ് അണ്ടറിലുള്ള ONGCക്ക് തന്നെയാണ് വലിയ പ്രാധാന്യം ഇതിൽ വരുന്നത്. ONGC, ഓയിൽ ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികൾ ഫോക്കസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു ലോങ് ടേമിലേക്കുള്ള പോസിറ്റിവിറ്റിയാണ് ഇതിന് കിട്ടാനുള്ള സാധ്യതയുള്ളത്. ഇനി റിഫൈനിങ് കമ്പനികളായിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ്, IOC, BPCL, HPCL, MRPL തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്.
കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. US മാർക്കറ്റുകളിൽ സാങ്കേതിക മേഖലകളിലെ വൻ വരുമാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കാരണം S&P 500 ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. എന്നിരുന്നാലും ഇന്നലെ ഡൗ ജോൺസ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ US മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു. ഇന്നലെ US നിന്ന് പുറത്തു വന്ന പല Q4 റിസൾട്ടുകളും നിരാശാജനകമായിരുന്നു. ആരോഗ്യ സംരക്ഷണ ഓഹരികൾ ഇന്നലെ ഇടിയുകയുണ്ടായി. പ്രത്യേകിച്ച് മെഡിക്കെയർ പേയ്മെൻറ്റ് സർവീസുകളിൽ മാറ്റം നിർദ്ദേശിച്ചതിനെ തുടർന്ന് യുണൈറ്റഡ് ഹെൽത്ത് ഏകദേശം 20% ഇടിവാണ് ഉണ്ടാക്കിയത്. ഹുമാന, CVS പോലുള്ള മറ്റ് ഓഹരികളും കുത്തനെ നഷ്ടം രേഖപ്പെടുത്തുകയുണ്ടായി. ഇത് ഡൗ ജോൺസ് 0.8% ഇടിവുണ്ടാക്കാനും കാരണമായി. കൂടാതെ ജനറൽ മോട്ടോഴ്സിന്റെ റിസൾട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. സ്റ്റോക്ക് ഏകദേശം 8.7% നേട്ടമുണ്ടാക്കി. കൂടാതെ ഫെഡറൽ റിസർവിന്റെ 2026 ആദ്യ ഫെഡ് മീറ്റിംഗ് ഇന്നാണ് അവസാനിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ നിലയിൽ നിരക്കുകളിൽ മാറ്റം വരുത്താനുള്ള സാധ്യതകളില്ല. ഇനി US ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരാഴ്ചയാണിത്. മാഗ്നിഫിസന്റ് 7 എന്നറിയപ്പെടുന്ന കമ്പനികളുടെ റിസൾട്ട് ഈ ആഴ്ചയാണ് പുറത്തു വരുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. വിപ്രോ 2.61% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇൻഫോസിസ് 1.62% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.8% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.9% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.54% ഇടിയുകയുണ്ടായി. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക്. ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ട്രേഡ് ഡീലിന് ശേഷം യൂറോപ്യൻ വിപണികൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഏറെക്കുറെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.48% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 1.49% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,453 എന്ന നിലയിൽ 35 പോയിന്റ്സ് ഉയർന്നാണ്. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 15 മുതൽ 25 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക്. സ്പോട്ട് ഗോൾഡ് ഇന്നലെയും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 2.4% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെയും ട്രേഡ് ചെയ്യുമ്പോൾ 2% നേട്ടത്തിൽ തന്നെയാണ് സ്പോട്ട് ഗോൾഡ് ഉള്ളത്. അതായത് ഇന്നും നല്ല രീതിയിൽ തന്നെ വില ഉയരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഗ്ലോബൽ ടെൻഷനുകൾ കാണിക്കുന്നത്. ഇനി 1,18,760 എന്നതാണ് ഇന്നലത്തെ പവന് വിലയായിട്ട് വരുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $89,000 ട്രേഡ് ചെയ്യുന്നു. 2% നേട്ടത്തിലാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്. US ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തെ ഒരു ശൈത്യകാല കൊടുങ്കാറ്റ് തടസ്സപ്പെടുത്തുകയും ഗൾഫ് കോസ്റ്റ് എണ്ണ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തതോടെ എണ്ണവില ഇന്നലെ ഏകദേശം 3% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇന്നത്തെ ടോപ്പായിട്ടുള്ള ഹൈലൈറ്റ്സിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഒത്തിരിയേറെ സ്റ്റുഡൻസിനായിട്ടുള്ള ബിഗിനേഴ്സിനായിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ വീഡിയോ ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായി തന്നെ കാണാം. കൃത്യമായി തന്നെ പഠിക്കുന്നതിന് വേണ്ടി ഓരോന്നും ആദ്യം മുതൽ തന്നെ കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. കൂടാതെ ട്രേഡിംഗ് ഒക്കെ കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി AI പ്രോംപ്റ്റ് അടക്കമുള്ള വീഡിയോസും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ഇന്ന് പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ലാർസൺ ആൻഡ് ടൂബ്രോ, മാരുതി സുസുക്കി ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ്, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ACC, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, ASK ഓട്ടോമേറ്റീവ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, കാർട്രേഡ് ടെക്, CSB ബാങ്ക്, ഗ്ലാൻഡ് ഫാർമ, ICRA, ലോധ ഡെവലപ്പേഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റേഴ്സ്, പൈൻ ലാബ്സ്, SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ്, സ്റ്റാർ ഹെൽത്ത്, അലൈഡ് ഇൻഷുറൻസ് കമ്പനി, സുന്ദരം ഫാസ്റ്റനേഴ്സ്, തൈറോ കെയർ ടെക്നോളജീസ്, TVS മോട്ടോർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളായി വരുന്നത്. ഇനി പുറത്തു വന്ന കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം മാരിക്കോ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റായി പുറത്തു വന്നിരിക്കുന്നത് 460 കോടി രൂപയാണ്. 13.3% വർധനമാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 26.6% വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. 3,537 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. കൂടാതെ ഇപ്പോൾ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ പ്രോഫിറ്റും റവന്യൂവും ബീറ്റ് ചെയ്തിട്ടുള്ളതും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്ത് വോഡാഫോൺ ഐഡിയയാണ്. നെറ്റ് ലോസ് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് ലോസ് ആയി പുറത്തു വന്നിരിക്കുന്നത് 5,286 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 6,609 കോടി രൂപയായിരുന്നു നഷ്ടമായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിനേക്കാൾ കുറച്ചുകൂടി ലോസ് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി റവന്യൂവിൽ 1.85% വർധനവ് വന്നിരിക്കുന്നു. 11,323 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്.
അടുത്തതായി വിശാൽ മെഗാമാർട്ട് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 19.1% വർധനവ് വന്നിരിക്കുന്നു. 312.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17% വർധനവ് വന്നു. 3670 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. മറ്റൊരു കമ്പനി RPG ലൈഫ് സയൻസസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 36.6% ഇടിവാണ് വന്നിരിക്കുന്നത്. പക്ഷേ റവന്യൂവിൽ 112.7% വർധനവ് വന്നിരിക്കുന്നു. 344.1 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി മെട്രോ ബ്രാൻഡ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 35.7% വർധനവ് വന്നു. 128.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 15.4% വർധനവ് വന്നു. 811.3 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ നല്ലൊരു വർധനവ് തന്നെയാണ്. അടുത്തായി PC ജ്വല്ലേഴ്സ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 28.5% വർധനവ് വന്നു. 190.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 36.9% വർധനവും വന്നിരിക്കുന്നു. 875.4 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത് ബിക്കാജി ഫുഡ്സ് ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 116.3% വർധനവാണ് വന്നിരിക്കുന്നത്. 62.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10.7% വർധനവ് വന്നു. 790 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 3068 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. എന്നാൽ DIS ആവട്ടെ ഇന്നലെ ഒരു ഗംഭീര തിരിച്ചുവരവ്, ഒരു ഗംഭീര ബൈയിങ് ആണ് നടത്തിയത്. 9000 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കുറിച്ച് പറയാം. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 25,175-ൽ 127 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഇൻഡെക്സുകളും ഒരു റിക്കവറി നടത്തിയ ഒരു ദിവസം തന്നെയായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. ജനുവരി 21 ആ ഒരു ഡോജി ക്യാൻഡിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഡോജി ക്യാൻഡിലായിരുന്നു. ആ ഡോജി ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞിരുന്നത് 24,445 വരെയൊക്കെ പിന്നീട് ഡൗൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്ത് ആ ഒരു ലാസ്റ്റ് ഹോപ്പ് കൂടി നമുക്ക് ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് സിഗ്നൽ ആണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ആ ഒരു ലോ ബ്രേക്ക് ചെയ്തിരുന്നില്ല. ഇന്നലത്തെ ഡേ ലോ എന്ന് പറയുന്നത് 24,932 ഇന്നലത്തെ റിക്കവറി എന്ന് പറയുന്നത് ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു റിക്കവറി തന്നെയാണ് നമുക്ക് ഇന്ത്യൻ വിപണിയിൽ കാണാൻ കഴിഞ്ഞത്. ഇനി അപ്സൈഡിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,430 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് വയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സോണിലേക്കൊക്കെ നിഫ്റ്റി പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് 200 ഡേ EMI ഉള്ളത് 25,160-ലാണ്. ഈ ഒരു ലെവലിന് മുകളിലായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലും ക്ലോസിംഗ് വയ്ക്കാൻ സാധിക്കണം. കൂടാതെ ഇന്നലത്തെ ബുള്ളിഷ് വോളിയം കൂടി നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ബുള്ളിഷ് വോളിയമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. അതും പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായി കാണാം. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,200-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,100-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 59,205-ൽ 732 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ കൂടുതൽ ശക്തിപ്പെടുത്തിയത് ഇന്നലെ ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. ഏകദേശം 1.25% ഉയർന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട ലെവലിന് മുകളിലായിട്ട് തന്നെ ഇന്നലെ ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. 58,598 നമ്മൾ ഒരു ലെവൽ പറഞ്ഞിരുന്നത്. ആ ഒരു ലെവലിന് മുകളിലായിട്ട് തന്നെ ക്ലോസിംഗ് വയ്ക്കാൻ സാധിച്ചത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായി തന്നെ കാണാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഒരു ലോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. പക്ഷേ മിനിഞ്ഞാമത്തെ ക്യാൻഡിലിൻ്റെ ആ ഒരു ഹൈക്ക് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. നിഫ്റ്റി 200 ഡേ EMIക്ക് മുകളിലായിട്ട് തന്നെ ക്ലോസിംഗ് വയ്ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 50 ഡേ EMIക്ക് മുകളിലായിട്ട് ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. അതായത് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ഇനി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആ ഒരു കരാറും കൂടാതെ യൂണിയൻ ബഡ്ജറ്റ് ഇനി ഫെബ്രുവരി 1 വരാനിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ സെഷനൊക്കെ നമുക്ക് ഞായറാഴ്ച ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് നടത്താനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ എത്തരത്തിലായിരിക്കും മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് നോക്കാം. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, NBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.